ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഷേക്ക് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മാംഗോ ഷേക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന മാംഗോ ഷേക്കിന് ഒരു 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. അപ്പൊ ഞാൻ വലിയൊരു മാമ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 3/4 ഗ്ലാസ് പാല്, 8-9 ഐസ് ക്യൂബ്സ്, പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇതാണ് നമുക്ക് നമ്മുടെ മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമുക്കത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അപ്പൊ ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാട്ടോ. അപ്പൊ നമ്മുടെ പഞ്ചസാര ഇവിടെ കാരമലൈസ് ആയിട്ട് വരണം. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പൊ ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പൂൺ ഇട്ടിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാൻ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ അതേ നമ്മുടെ ഷുഗർ അത്യാവശ്യം മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇപ്പൊ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളം വേണേ ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ കുറച്ച് നീങ്ങി നിന്നിട്ട് വേണേ നിങ്ങൾ ഒഴിക്കാൻ. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാമേ. ഇതേ കണ്ടോ, നമ്മുടെ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ട് നമ്മുടെ കാരമൽ സിറപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാരമൽ സിറപ്പ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഏലക്കയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക പൊടിച്ചത് ചേർക്കാമേ. ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. വളരെ ചെറിയ ഏലക്ക ആണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഇത് ഇച്ചിരി വലിയൊരു ഏലക്കയായിരുന്നു. അപ്പൊ അത് പൊടിച്ചതാണ്. നമുക്ക് കാരമൽ സിറപ്പിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് മിക്സിയിലെ ജാർ എടുക്കാം. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം ഇടാം. ആവശ്യത്തിന് പാൽ ഒഴിക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ചത്. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം. പിന്നെ നമുക്ക് കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാമേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് കുറച്ച് കാരമൽ സിറപ്പ് ഇതിന്റെ മുകളിലേക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ വ്യത്യസ്തമായ മാംഗോ ഷേക്ക് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.